ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. സർവാനിൻ്റെ 37ാമത്തെ പടം സർവ 37 എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് സംയുക്തയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ പോസ്റ്ററാണ്. ആളുടെ ഈ പടത്തിലത്തെ പേര് ദിയ എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ BSS 12 എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇതിലത്തെ പേര് സെമീറ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്വയംഭൂ എന്ന് പറഞ്ഞ പടത്തിൽ നിന്നും പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് വേരിയർ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളൂ, പേരൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ LIK ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പ്രദീപ് രംഗനാഥ് അഭിനയിക്കുന്നതോടും SJ സൂര്യൻ്റെ പടത്തിൽ. അപ്പോൾ ആ പടത്തിൻ്റെ ആ വേൾഡിലേക്കുള്ളൊരു ഗ്ലിംസ് പടുത്തു വരും എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ വന്നു. പിന്നെ രഘുത്താത്ത എന്ന് പറഞ്ഞിട്ട് ഒരു പടം പുറത്തിറങ്ങിയിരുന്നു കീർത്തി സുരേഷിൻ്റെ. അത് G5 സെപ്റ്റംബർ 13 OTT റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ കാ എന്ന് പറഞ്ഞിട്ടുള്ള പടം മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പടത്തിൻ്റെ മലയാളത്തിലുള്ള തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് വേഫാറർ ഫിലിംസ് എന്നുള്ള അറിയിച്ചു. പിന്നെ വീരധീര ശൂരൻ പാർട്ട് 2 എന്നുവെച്ചാൽ ജിയാൻ വിക്രമിൻ്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പടമായിരുന്നു. അത് കംപ്ലീറ്റ് ആയതാണ്. അതിൻ്റെ ഓവർസീസിലുള്ള റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഫാൾസ് ഫിലിംസ് എന്നുള്ള അറിയിച്ചു. പിന്നെ റെയ്ഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള വരാൻ പോവാണ്. റെയ്ഡിൻ്റെ 2ാം ഭാഗം അജയ് ദേവഗൻ അഭിനയിച്ച റെയ്ഡ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2ാം ഭാഗം അത് ഫെബ്രുവരി 2025 21 വരിക എന്നുള്ള അറിയിച്ചു. പിന്നെ മാ നാന സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. ഒക്ടോബർ 11 പടം റിലീസാവുക. പിന്നെ ഫയർഫ്ലൈ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 മില്യൺ+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ പടത്തിൽ കാളിദാസ് ജയറാം ഓൺ ബോർഡ് ആയിട്ടുണ്ട്. പിന്നെ ടീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം Amazon പ്രൈമിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആവുന്നുണ്ട്. പിന്നെ ബ്ലഡി ബഗർ എന്ന് പറഞ്ഞിട്ട് നെൽസൺ പ്രസൻറ്റ് ചെയ്യുന്ന പടം ആ പടത്തിൻ്റെ ഞാൻ യാരും പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ സെപ്റ്റംബർ 13 6 മണിക്ക് എന്നുവെച്ചാൽ ഇന്ന് 6 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. പിന്നെ ഗുമസ്ത എന്ന് പറഞ്ഞ പടത്തിലത്തെ പാട്ട് പുറത്തിറങ്ങി. പിന്നെ അതിഥി ശങ്കറും അർജുൻ ദാസും അഭിനയിക്കുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിലാവൊക്കെ എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടം ജയപ്രകാശാണ് അതിൽ മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ ഗോൾഡൻ സ്പാരോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. നല്ല ഹിറ്റായ പാട്ടാണ്. എന്തായാലും അതിപ്പോൾ 10 മില്യൺ+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മട്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫൈനൽ ഷെഡ്യൂളിലുള്ള ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വേഫാറർ ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ നമ്പർ 7 അത് ഡയറക്റ്റ് ചെയ്യുന്നത് ഡൊമിനിക് അരുണാണ്. DOP കൈകാര്യം ചെയ്യുന്നത് നിമിഷ് രവിയാണ്. അതിൽ അഭിനയിക്കുന്നത് നെസ്ലനും കല്യാണി പ്രിയദർശനുമാണ്. അതിൻ്റെ പൂജ നടന്നിട്ടുണ്ടെന്ന്. പിന്നെ ജിഗ്ര എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വന്നതിന് മുന്നേ ആലിയവട്ട അഭിനയിക്കുന്ന പടമാണ്. അതിൻ്റെ പോസ്റ്റേഴ്സ് കണ്ടിട്ടൊക്കെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു. അത് എന്നുവെച്ചാൽ ജപ്പാനീസ് രീതിയിലുള്ള ഒരു പോസ്റ്റേഴ്സൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ടീസർ വന്നപ്പോൾ പ്രതീക്ഷ കുറഞ്ഞെന്ന് പറയാം. ഞാൻ പ്രതീക്ഷിതമായിട്ടില്ല ഇതിൻ്റെ ടീസറിൻ്റെ കെടുപ്പ്. പക്ഷേ തല്ലിപ്പൊളി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പ്രതീക്ഷ അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നില്ല എന്ന് മാത്രം. പിന്നെ കടേസി ഉലകപ്പോർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഇപ്പോൾ തമിഴുടെ പടമാണ്. നല്ല ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആയിട്ടാണ് തോന്നിയ ട്രെയിലർ കണ്ടിട്ട്. പടം എന്താവുന്നുള്ളത് കണ്ടു അറിയണം. പിന്നെ ബഗീര എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീമുരളിയുടെ പടം അത് ഒക്ടോബർ 31 റിലീസാവുന്നുള്ള അറിയിച്ചു. പിന്നെ കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ പടം സെപ്റ്റംബർ 20 റിലീസാവുമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ആ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് അവർ, പുതിയൊരു പോസ്റ്റർ. പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒമർലിൽ എടുത്ത പടം ഇന്നാണ് റിലീസിന് എത്തുന്നത്. എന്താ അവസ്ഥ ആണാവോ. പിന്നെ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്നാണ് റിലീസിന് എത്തുന്നത്. അതിൻ്റെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പക്ഷേ വലിയ ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും കണ്ടറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ കിഷ്കിന്ദ കണ്ടെന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു ആസിഫലിൻ്റെ. ആ പടത്തിന് കുറച്ചൊരു ഇൻ്റർവ്യൂവിലൊക്കെ നല്ല സ്ക്രിപ്റ്റാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടം ഇറങ്ങിയപ്പോൾ ആൾക്കാരുടെ റിവ്യൂസ് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല പടമാണെന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ യാറം അജയൻ്റെ 2ാം മോശം എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസ് 3 കഥാപാത്രത്തിൽ എത്തുന്ന പടം. അതിൽ മണി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ. അത് പടം ഇറങ്ങിയപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. ഈ പടത്തിനും നല്ല അഭിപ്രായമാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ത്രീ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്നുവെച്ചാൽ ശ്രദ്ധ കപൂർ നായികയായി എത്തിയിട്ട് ഈ 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം. ആ പടം നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 27 OTT റിലീസ് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. എന്തായാലും വരുന്നുണ്ടായിരിക്കും. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. നല്ല ടീച്ചറായിട്ടാണ് തോന്നിയത്. ഇത് C പ്രേംകുമാർ എന്ന് പറഞ്ഞ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 96 എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ആൾ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. ഇതും അതേമാതിരി ഒരു ഫീൽ ഗുഡ് രീതിയിലുള്ള പടമായിരിക്കും എന്നാണ് ടീച്ചർ കണ്ടിട്ട് തോന്നുന്നത്. ഇതിൻ്റെ ജോക്ക് ബുക്സും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുന്നേ എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം 31 അത് ലോഞ്ച് ആയത്. പിന്നെ വേട്ടയെന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടത്തിലത്തെ മനസ്സിലായെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാട്ടിൽ മഞ്ജു വാര്യർ ഉണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്ററൊക്കെ വന്നിരുന്നു. എന്തായാലും വേട്ടയാന്ത 100 എന്നൊക്കെയാണ് ആ പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പാട്ട് പുറത്തിറങ്ങി. പാട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ദേവര എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ 10 വരും എന്ന് പറഞ്ഞിരുന്നു. അത് 5/4 പുറത്തിറക്കാനുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിരുന്നു. എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. ദേവര പാർട്ട് 1 ട്രെയിലർ ഔട്ട് നോ എന്ന് വെച്ചാൽ 10 പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടായിരുന്നത്. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. പിന്നെ ലാസ്റ്റ് ഒരു ഡോൾഫിൻ്റെ മുകളിൽ കൂടെ പോണ പോക്കൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂനിയർ NTR ഈ പടത്തിൽ 2 ക്യാരക്ടറായിട്ട് എത്തണമെന്നുണ്ട്. എന്ന് വെച്ചാൽ അച്ഛനും മോനും എന്നുള്ള രീതിയിൽ ട്രെയിലർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്.
എന്തായാലും പാർട്ട് 1 ആണ്. പാർട്ട് 2ലേക്കുള്ള ലീഡ് അപ്പോൾ മോൻ്റെ വല്ലതായിരിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ട്രെയിലർ 55 മില്യണിലും കൂടുതൽ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ട്രെൻഡിങ്ങിലൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള മ്യൂസിക് റെഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആ OST, ആ റെഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള OSTയും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കാന്ത എന്ന് പറഞ്ഞിട്ട് ദുൽഖർ സൽമാൻ്റെ അടുത്ത് വരാൻ പോകുന്ന പടത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് ഫോട്ടോസൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. അതിന് എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി നഹാസ് ഹിദായത്തിൻ്റെ പ്രോജക്റ്റ് ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. ആയാൽ മതിയായിരുന്നു. എന്തായാലും ലക്കി ഭാസ്കർ ഒക്ടോബർ 31 റിലീസാകാൻ പോകുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേയായിട്ട് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വന്നിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി വിജയുടെ പടത്തിൻ്റെ ഹിന്ദിയിലുള്ള വെർഷൻ 6 ദിവസം കൊണ്ട് 16.55 കോടി നേടി എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി 4 ദിവസം കൊണ്ട് പടം വേൾഡ് വൈഡ് ആയിട്ട് 288 കോടിയാണ് നേടിയിട്ടുള്ളത്. 5ാമത്തെ ദിവസത്തോടെ 300 കോടി കടന്നിട്ടുണ്ട്. പടത്തിൻ്റെ ബഡ്ജറ്റ് GST കൂട്ടിന് 400 കോടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 400 കോടി എത്തിയാലേ ബഡ്ജറ്റ് സേഫ് ആവുള്ളൂ. ഓൾറെഡി റൈറ്റ്സിലൂടെ ഒക്കെ സേഫ് ആയിട്ടുണ്ട്. പക്ഷേ അർച്ചന കൽപ്പതി പറഞ്ഞിട്ടുള്ളത് തിയേറ്ററിക്കലിൽ ഹിറ്റ് ആവണം എന്നെങ്കിലേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. അത് ഹിറ്റാവുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കൂടുതൽ ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ 17 കോടിക്കായിട്ടാണ് പടം എടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ 34 അല്ലെങ്കിൽ 40 കോടി അടിച്ചാലേ പടം ഹിറ്റാവുള്ളൂ. ഇതുവരെയായിട്ട് 12 കോടിയാണ് പടം ആകെ നേടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ലിയോ ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് നേടിയ കളക്ഷനാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇത്ര ദിവസമായിട്ട്. എന്നുവെച്ചാൽ 5ാം തീയതി പുറത്തിറങ്ങി, ഇപ്പോൾ 13ാം തീയതി ആയിട്ട് 12 കോടി ആകെ കിട്ടിയിട്ടുള്ളൂ. അതേമാതിരി ഷെയർ 5 കോടിയുടെ അടുത്തും ആയിട്ടുള്ളൂ. അപ്പോൾ അത് കേരളത്തിൽ ഡിസാസ്റ്ററാണ്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ 129 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്തായാലും ഇതിൻ്റെ ഡയറക്ടേഴ്സ് കട്ട് എന്ന് പറഞ്ഞിട്ടൊരു കട്ട് വരുന്നുണ്ട്. അത് 3 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. വെങ്കട് പ്രഭു പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട്. പിന്നെ ഈ പടത്തിൻ്റെ ഇൻ്റർവെല്ലിന് ആ ലാസ്റ്റ് കൊണ്ടിട്ട ഒരു ടൈലൻ്റ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു റിവീലിങ്, ആ റിവീലിംഗ് ആണ് ഇൻ്റർവെല്ലിന് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കി ആണ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാനിരുന്നത് എന്നുള്ള വെങ്കട് പ്രഭു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വിജയുടെ പടത്തിന് പൊതുവെയുള്ള കാര്യങ്ങളാണിത്. എന്നുവെച്ചാൽ ഒന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തിരുത്തി പറയാന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി കഴിഞ്ഞാൽ ടൈം കിട്ടാത്തതുകൊണ്ടാന്നുള്ളത്. എന്നുവെച്ചാൽ ലിയോക്കും ബീസ്റ്റിനും ടൈം കിട്ടാത്തതുകൊണ്ടാണെന്നുള്ളതായിരുന്നു വർത്താനം. ആരിഷിന് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. പിന്നെ തെലുങ്കിൽ നിന്ന് എടുത്ത കാരണമായിരിക്കാം. എന്തായാലും പടം തമിഴ്നാട്ടിലൊക്കെ ഹിറ്റാണ്. അതേമാതിരി ഓവർസീസിലും ഹിറ്റാണ്. അടുത്ത കഴിഞ്ഞ് തലപതി 69 അതിലാണ് ഇനി പ്രതീക്ഷ. H വിനോദാണ് പടം എടുക്കുന്നതിന് കൺഫേം ആയതാണ്. പിന്നെ ഈ തലപതി 69 എന്ന് പറഞ്ഞ പടം തിരിയൊക്കെ പോലെ ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ, അതിൻ്റെ ആ ഒരു ലെവലിലുള്ള കൊമേഴ്ഷ്യൽ രീതിയിലുള്ള ഒരു പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ ഈ വരുന്ന അടുത്ത ആഴ്ചയിലോ ആ ആഴ്ചയുടെ ഉള്ളിലായിട്ട് വരുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, ഞാൻ ഇതിനാണ് വെയിറ്റിംഗ്. പിന്നെ SSMB 29 എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ SS രാജമൗലി എടുക്കുന്ന പടമാണ് SSMB 29 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഷൂട്ടിംഗ് 2025 സ്റ്റാർട്ട് ആവുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അതുമാതിരി പടം തിയേറ്ററിൽ 2027 അല്ലെങ്കിൽ 2028 ആയിരിക്കും റിലീസിന് എത്തുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. 27 വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.